ഹായ്, ഹലോ. ഇതെവിടാന്ന് മനസ്സിലായി. ഇതാണ് ബോണക്കാട് ടീ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറി. ഈ ഫാക്ടറി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ഒരു ഫാക്ടറിയാണ്. ഇതിപ്പോൾ ഇന്ന് ഗവൺമെൻറ് അറ്റാച്ച് ചെയ്തൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് കിടക്കുന്നത്. ഇതിൻ്റെ വെയർ ആൻഡ് ടയേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ധാരാളമായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ പാർട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഞാനിവിടെ ഒരു ചേട്ടനുമായിട്ട് വഴിയിൽ സംസാരിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു, ഒരു 10-30 വർഷത്തോളം ആകും ഇത് പൂട്ടിയിട്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നാട്ടുകാർക്കിടയിൽ സംസാരമുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്നാലും ലോക്കലായിട്ട് ഒരു പുള്ളിക്കാരൻ, ഇവിടെയുള്ളൊരു താമസക്കാരൻ പറഞ്ഞതനുസരിച്ച് ഇതിൽ വന്ന അഡ്മിനിസ്ട്രേഷനാണ് ഇത് പൂട്ടിപ്പോകുന്നതിനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്ന എസ്റ്റേറ്റ് കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. എന്നാൽ ആ ലോൺ റീപേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നുപോയ പാളിച്ചകളും കാര്യങ്ങളുമൊക്കെയാണ് ഈ എസ്റ്റേറ്റ് ഇത്തരത്തിൽ പൂട്ടിപ്പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തുപറ്റി ഇത് കാണുമ്പോഴത്തേനും ഒരു ഹോണ്ടഡ് ഫീലാണ് നമുക്കുണ്ടാക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ടീ എസ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറിയും ആയിരുന്നു. ഇത് കാണുമ്പോൾ ഉള്ളിലൊരു വിഷമമുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലിതൊരു, എന്നെ സംബന്ധിച്ച് ഒരു പുതിയ കാഴ്ചയാണ്. ഇത്തരത്തിലൊരു സാധനം ഇങ്ങനെ എത്രയെങ്കിലും വലിയ വലിയ വില കൂടിയ എക്യുപ്മെൻറ്റ്സും മറ്റു കാര്യങ്ങളും ആയിരുന്നിരിക്കും. ഒരു സമയത്ത് ഒത്തിരിയും തൊഴിലാളികൾ, ജോലിക്കാരും നാട്ടുകാരും ഒക്കെ ഇതിനെ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുള്ളവരും ഉണ്ടാകാം. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ പോകുന്ന തരത്തിലേക്ക് ഇത് എത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാസ്തവം. നമ്മൾ ഈ ഫാക്ടറിയുടെ ചുറ്റും കാണുന്നതും എല്ലാം പണ്ട് കാലത്ത് ടീ എസ്റ്റേറ്റ് ആയിരുന്നു. ഇപ്പം ഇന്നൊരു ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഫാക്ടറിയിൽ കാണാൻ സാധിക്കുക. ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ആദ്യമായിട്ടാണ്. അഗസ്ത്യാമല പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണാനിടയായത്. ഇതിൻ്റെ അകത്ത് കയറി ചെന്ന് നോക്കുമ്പം ഇന്ന് കന്നുകാലികളെയൊക്കെ ഇതിൻ്റെ അകത്ത് അഴിച്ച് മേയാൻ വിട്ടിട്ടുണ്ട്.